ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കയാണ്. അതിന് വേണ്ടിയിട്ട് ഏത്തപ്പഴം ചെറുതായിട്ട് നുറുക്കി വെള്ളത്തിലിട്ട് വേവിച്ച് അതിൻ്റെ തൊണ്ട് കളഞ്ഞ് ഉള്ളിലെ അരിയും കളഞ്ഞ് നമ്മൾ നന്നായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത്. അധികം പഴുത്ത ഏത്തപ്പഴം ആവരുത്, ഒരു മീഡിയം ആയിരിക്കണം. പഞ്ചസാര, തേങ്ങ, അവൽ, കശുവണ്ടി, ഈന്തപ്പഴം ഇത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത്രയാണ് നമുക്കിത് റെഡിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നെയ്യിലോ ഇനി വേറെ ഏത് വേണമെങ്കിലും ഇത് വഴറ്റാം. നമുക്ക് ആദ്യം തന്നെ കശുവണ്ടിപ്പരിപ്പും ഈന്തപ്പഴവും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അവലും തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് പഴത്തിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ പഴത്തിൻ്റെ ഉണ്ട കയ്യിലെടുക്കാം. അത് നന്നായിട്ട് ഒഴിച്ച് അതിലേക്കൊരൽപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഫില്ല് ചെയ്യാം. ഇത് നമ്മുടെ ഉന്നക്ക ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്കിനി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഉന്നക്ക എല്ലാം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായി നമുക്ക് ഈ ഉന്നക്ക ഇതിലേക്ക് ഇട്ടു. അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് പൊരിച്ചെടുക്കണം. ഇത് അധികം പഴുത്ത പഴമാണെങ്കിൽ ഒത്തിരി എണ്ണ കുടിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു മീഡിയം ലെവൽ പഴം എടുക്കണം എന്ന് പറഞ്ഞത്. ബ്രൗൺ നിറമാവുന്നതാണ് ഇതിൻ്റെ വേവിൻ്റെ കണക്ക്. എല്ലാ വശവും ബ്രൗൺ നിറമാവുന്നത് വരെ തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഉന്നക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലിപ്പോൾ ഫിൽ ചെയ്തതുപോലെ നമുക്ക് മുട്ട ഇതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യുക. ഈ റമദാൻ മാസത്തിൽ വളരെ ടേസ്റ്റിയാണ്. നോമ്പ് തുറക്കൊക്കെ പറ്റുന്ന വിഭവമാണ്. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.